Om Namah Shivaya, children. Good morning, children. We have already started our chapter 5, Factors and Multiples. But, but as some parents have told that you have not understood, so let us revise today the same chapter till we have taken. ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിച്ചത് വരെ മാത്രം റിവൈസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, വീഡിയോ ഓഡിയോ നോട്ട്സ് എല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ക്ലിയർ ആവും നിങ്ങൾക്കത്. ഒന്നും കൂടി നല്ലോണം ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും പൂട്ടുന്നതാണ്, ഇപ്പോൾ നല്ലോണം ചെയ്ത് പഠിച്ചാൽ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ ഫാക്ടേഴ്സ് ആൻഡ് വാട്ട് ആർ മൾട്ടിപ്പിൾസ്? The product of two or more numbers is the multiple of the numbers that are multiplied. That means that two numbers that multiplied or get the product are called the multiple, and the numbers that are multiplied are called factors. For example, 2 into 7. When 2 is multiplied by 7, we get 14. So this 2 and 7 are the factors which we multiply and we get the product. This product is called the multiple. The product is the multiple, and the numbers which we multiply are the factors. മനസ്സിലായില്ലേ? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സാണ് ഫാക്ടേഴ്സ്. കിട്ടുന്ന പ്രോഡക്റ്റാണ് മൾട്ടിപ്പിൾ. അതെപ്പോൾ ഓർക്കണം നിങ്ങൾ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇസ് പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. വാട്ട് ഈസ് പ്രൈം നമ്പർ? The numbers that have only two factors, that is 1 and the number itself, are called prime numbers. For example, 2, 3, 5. അതിനെല്ലാം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് 1ഉം, ഇപ്പോൾ 2 ആണെങ്കിൽ 2ന് 1ഉം 2 മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. 1ഉം 2 മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. 3ന് 1ഉം 3 മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. അതുപോലെ 5, 7, 11, 13, 17, 19 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. ബിറ്റ്വീൻ 1 to 20. അത് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. 19 കഴിഞ്ഞാൽ 23, like that. Okay, 27. So these are the prime numbers. The prime numbers that have two factors, that is 1 and the number itself. Next is composite number. The numbers that have 3 or more factors are called composite numbers. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവേണ്ടത് നിങ്ങൾ. ഇപ്പോൾ നമ്പേഴ്സ് ദാറ്റ് ഹാവ് 3 or more factors are called composite numbers എന്ന് പറയുമ്പോൾ 4, ഇപ്പോൾ 4 എക്സാമ്പിൾ 4, 6. 4ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4. 1, 2, 4 ഇതെല്ലാം ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. 1, 2, 4 are the factors of 4. So the numbers that have 3 or more factors are called composite numbers. 3 അതിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് ട്വിൻ പ്രൈം. ട്വിൻ പ്രൈം എന്ന് പറയുന്നത് എ പെയർ ഓഫ് പ്രൈം നമ്പേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി വൺ കോമ്പോസിറ്റ് നമ്പർ ബിറ്റ്വീൻ ദം ഈസ് കോൾഡ് ട്വിൻ പ്രൈം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 പ്രൈം നമ്പർ അതിൻ്റെ നടുക്കൊരു കോമ്പോസിറ്റ് നമ്പർ വരുന്നുണ്ടെങ്കിൽ അതൊരു ട്വിൻ പ്രൈം ആയിട്ട് വരിക. ഇപ്പോൾ 3 and 5, 3, 5, 3, 5. 3, 5 എന്ന് പറയുന്നത് എന്നാ? ഇത് രണ്ടും പ്രൈം നമ്പറാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? 2, 1, 2, 3, 5 അതെല്ലാം പ്രൈം നമ്പർ. അതിൻ്റെ നടുക്ക് വരുന്നത് ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ഇസ് 4. ദാറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. 4 is a composite number. So the numbers, a pair of prime numbers that have only one composite number between them, between these two prime number is called a twin prime. അങ്ങനത്തെ പെയർ ഓഫ് പ്രൈം നമ്പേഴ്സിനാണ് ട്വിൻ പ്രൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോ പ്രൈം നമ്പേഴ്സ്. കോ പ്രൈം എന്ന് പറയുന്നത് എന്നാ? 2 numbers that have only one as a common factor are called co-prime numbers or co-primes. Like 7 and 17. അത് 2 നമ്പറിന് എന്തായിരിക്കും? വേറൊരു കോമൺ ഫാക്ടർ ഇല്ല എക്സെപ്റ്റ് 1 കൂടാണ്ട് വേറൊരു കോമൺ ഫാക്ടർ ഇല്ല. അങ്ങനത്തെ നമ്പേഴ്സിനാണ് കോ പ്രൈംസ് എന്ന് പറയുക. ഓക്കെ, ലൈക്ക് 7 and 17 അങ്ങനെയാണ് കോ പ്രൈം വരുന്നത്. So the twin prime is also called the co-prime, but the co-prime cannot be said as twin prime. Why? Because the all
coprimes don't have the composite number in between. If the twin prime is having, if the two pair of prime number having a one composite number, ഇപ്പോൾ ഒരു പെയർ ഓഫ് പ്രൈം നമ്പറിൻ്റെ നടുക്കൊരു കോമ്പോസിറ്റ് നമ്പർ വരുന്നുണ്ടെങ്കിൽ മാത്രം അത് ട്വിൻ പ്രൈം ആയിരിക്കും. എല്ലാത്തും ഇപ്പോൾ കോ പ്രൈം നമ്പേഴ്സ് ഇപ്പോൾ 7 and 17 എന്ന് പറയാം, ഇപ്പോൾ 5 and 11 എന്ന് പറയാം, അത് കോ പ്രൈം ആണ്. പക്ഷേങ്കിൽ അതൊരു കോ പ്രൈം നമ്പറാണ്, അത് ട്വിൻ പ്രൈം അല്ല. അതിൻ്റെ നടുക്കൊരു ഓൺലി വൺ കോമ്പോസിറ്റ് നമ്പർ മാത്രം ഉണ്ടെങ്കിൽ അത് ട്വിൻ പ്രൈം ആയിരിക്കും. ക്ലിയർ അല്ലേ? Next is prime factors. So what are prime factors? For that, first you have to write the factors. For example, 36. ആദ്യം 36ൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. 36ൻ്റെ ഫാക്ടേഴ്സ് എന്തല്ല? 1, 2, 3, 4, 6, 9, 12, 18, 36. ഇതെല്ലാം 36ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൽ പ്രൈം നമ്പേഴ്സ് വരുന്നത്, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇതെല്ലാം അതാണ് പ്രൈം ഫാക്ടർ. പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നതാണ് പ്രൈം ഫാക്ടേഴ്സ്. ലൈക്ക് 2, 3, പിന്നെ ഒന്നുമില്ലല്ലോ, എല്ലാം കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. 2 and 3 ആർ ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 36. ഇതുപോലെ എല്ലാ നമ്പേഴ്സിനും ആദ്യ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, പിന്നെ അതിൽ വരുന്ന പ്രൈം നമ്പേഴ്സാണ് പ്രൈം ഫാക്ടേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രൈം ഫാക്ടറൈസേഷൻ. എ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഒരു നമ്പറിന് അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ്? അതിൻ്റെ പ്രൊഡക്റ്റ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട്, പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് prime factorization. For example, a factorization in which every factor is a prime number is called prime factorization. ഒരു ഫാക്ടേഴ്സിൽ, ആ ഫാക്ടേഴ്സിൽ എല്ലാ ഫാക്ടേഴ്സും പ്രൈം നമ്പർ ആണെങ്കിൽ അത് പ്രൈം ഫാക്ടറൈസേഷൻ, ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ് ആൻഡ് ഫാക്ടർ ട്രീ മെത്തേഡാണ്. രണ്ട് മെത്തേഡാണെന്നുള്ളത്, repeated division method and the factor tree method. Okay, so let us do repeated division method by taking one example. Okay, repeated division method എങ്ങനെ ചെയ്യുക? ഇപ്പോൾ 44 ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. 44 we have to divide by its prime number. Its prime factor is 2 ആണ് പ്രൈം ഫാക്ടർ. അതിൻ്റെ അപ്പോൾ 2നെ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. 2 times 4, again 2 times 4, then again you divide by next prime factor 2, 1 times 2, 1 times 2. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് ലാസ്റ്റിൽ പ്രൈം നമ്പർ വരുന്നവരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകണം. അപ്പോൾ 11 is a പ്രൈം നമ്പർ. പിന്നെ നമുക്കിനി ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഇതെല്ലാം. അപ്പോൾ 44 is equal to 2 into 11. ഈ കിട്ടുന്ന നമ്പേഴ്സ് പ്രൈം നമ്പർ മുതൽ തന്നെ തുടങ്ങണം. ആദ്യം റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡിൽ ആദ്യം അതിൻ്റെ പ്രൈം നമ്പേഴ്സ് 2, അല്ലാണ്ട് 3നെ കൊണ്ട് ഇത് ഡിവൈഡ് ആവില്ലല്ലോ. അപ്പോൾ 2ന് അങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 44 നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ലേ ഇതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കുക ഏതാണ് അതിൻ്റെ പ്രൈം ഫാക്ടർ. അപ്പോൾ 2 ഇതിന് ഡിവിസിബിലിറ്റി ആണ്. അപ്പോൾ ഡിവിസിബിൾ ആണെങ്കിൽ 2 വെച്ച് തുടങ്ങുക. 2 times 4, 2 times 4 ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. നെക്സ്റ്റ് അടുത്ത പ്രൈം ഫാക്ടർ 22ൻ്റെ പ്രൈം ഫാക്ടർ ഏതായിരിക്കും? പ്രൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പറാണ് പ്രൈം ഫാക്ടർ. അപ്പോൾ പ്രൈം നമ്പർ 2 മുതൽ തുടങ്ങാം, പിന്നെ ഡിവൈഡ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് പ്രൈം നമ്പർ കിട്ടുന്നവരെ അത് ഡിവൈഡ് ചെയ്യുക. അതാണ് റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ്. സോ ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് ആർ 2 into 11. 44's prime factors are 2 into 11. Third. നെക്സ്റ്റ് ഈസ് ഫാക്ടർ ട്രീ മെത്തേഡ്. ഇപ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് മനസ്സിലായില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഡിവൈഡ് ചെയ്ത് പോവുക, ലാസ്റ്റ് പ്രൈം നമ്പർ കിട്ടുന്നവരെ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഈസ് ഫാക്ടർ ട്രീ മെത്തേഡ്. അത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, വിൽ ടേക്ക് വൺ എക്സാമ്പിൾ. 64. Let us take 64. Okay, so its prime factor, first prime factor is 2. So 2. So when you divide by 64, when you divide
by 2. Okay, you can see it. If you want, you can see here. Okay, 2 3 times 6. When you subtract 0 and when you bring down this 4, you get 2 times 4, 0. So here 32, 2 into 32. Next, 32's prime factor is 2 into 2 1 times 2, 2 6 times 12. Okay, that multiplication you should know. Okay, or you can count and find out. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2 1 ടൈംസ് 2 ആണെങ്കിൽ 2 8 2 6 2 6 ടൈംസ് 12 ആണ്. നെക്സ്റ്റ് 2 ഇൻറ്റു 8. അപ്പോൾ ലാസ്റ്റിൽ പ്രൈം നമ്പർ കിട്ടുന്നവരെ ഡിവൈഡ് ചെയ്ത് പോവുക. നെക്സ്റ്റ് ഇസ് 2 ഇൻറ്റു 4. Okay, so again you have to divide 2 by its prime factor 2. So last you got the prime factor. So 64 is prime factors are, you have to write all these prime factors only. Okay, 2 into how many 2's you count? 1 2 3 4 5 6. 2 into 2 into 2 into 2 into 2 and into 2 are the prime factors of 64. Next is highest common factor, that is HCF. HCF means highest common factor. So now you understood how to find the factors. In that, every number having 2 or 3 or more than factors, more factors. So among this, the common, ഇപ്പോൾ രണ്ടോ മൂന്നോ നമ്പർ എടുക്കും. ഇപ്പോൾ 48 72 90, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതിൽ ആ കോമണിൽ വരുന്ന ഏറ്റവും വലിയ നമ്പറാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇപ്പോൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് മുമ്പ് അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം. ഹയസ്റ്റ് കോമൺ ഫാക്ടറിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ഗിവൻ നമ്പേഴ്സ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ നമ്പേഴ്സ് ദംസെൽവ്സ്. ആ കിട്ടുന്ന എച്ച് സി എഫിൻ്റെ ഉള്ള നമ്പർ, ഗിവൻ നമ്പർ, എച്ച് സി എഫ് ഓഫ് ഗിവൻ നമ്പർ, ആ നമ്പർ ഇപ്പോൾ 28 ആണെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പർ ആയിരിക്കില്ല അതിൻ്റെ എച്ച് സി എഫ്, അതിനേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും അതിൻ്റെ എച്ച് സി എഫ്. ഓക്കെ, ഇഫ് വൺ നമ്പർ ഇസ് എ ഫാക്ടർ ഓഫ് അനദർ നമ്പർ, ഇനി ഒരു നമ്പർ വേറൊരു നമ്പറിൻ്റെ ഫാക്ടർ ആണെങ്കിൽ ദ സ്മോളർ നമ്പർ ഈസ് ദ എച്ച് സി എഫ് ഓഫ് ദ ടു നമ്പേഴ്സ്. അതിൽ വരുന്ന ചെറിയ നമ്പർ ഇപ്പോൾ 8ഉം 16ഉം ഫാക്ടേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ 8 16ൻ്റെ ഫാക്ടറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ 8 ആയിരിക്കും അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 8ഉം 16ൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 8 ആയിരിക്കും. അതായത് ചെറിയ നമ്പർ ആയിരിക്കും, സ്മോളർ നമ്പർ ആയിരിക്കും അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇഫ് ദ എച്ച് സി എഫ് ഓഫ് ടു നമ്പേഴ്സ്, if the HCF of two numbers is 1, they are called co-prime numbers. Co-prime number പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ co-prime നമ്പറിൻ്റെ അകത്ത് ഇപ്പോൾ എച്ച് സി എഫ്, രണ്ട് നമ്പറിൻ്റെ എച്ച് സി എഫ്, ഇഫ് ദ എച്ച് സി എഫ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1, രണ്ട് നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് 1 ആണെങ്കിൽ ആ നമ്പേഴ്സിന് എന്താ പറയുക? co-prime numbers. ഫോർ എക്സാമ്പിൾ 16 and 25, ആ രണ്ടിൻ്റെയും എച്ച് സി എഫ് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് co-prime numbers ആയിട്ട് കണക്കാക്കൂ. രണ്ട് നമ്പറിൻ്റെ നമ്പറിൻ്റെ എച്ച് സി എഫ് 1 ആണെങ്കിൽ ആ രണ്ട് നമ്പർ co-prime numbers ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആർ ഓൾവേസ് co-primes. അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ്, ഇപ്പോൾ 4 and 5 ആർ co-prime നമ്പർ, ആൻഡ് 9 and 10 അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്, നെക്സ്റ്റ് നമ്പർ വരുന്നത് എപ്പോഴും co-prime numbers ആയിരിക്കും. അതെല്ലാം പ്രോപ്പർട്ടീസാണ്. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എച്ച് സി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫൈൻഡിങ് ദ എച്ച് സി എഫ്. അതിൻ്റെ ത്രീ മെത്തേഡ്സ് പറഞ്ഞു തന്നിരുന്നു. വൺ ഈസ് ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഈസ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഒന്ന് ആദ്യം ചെയ്ത് നോക്കാം. ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. ആ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ 3 മെത്തേഡും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, you can take any other example, but I'll take one example. With that, I'll do the 3 methods. Okay, let us take one example. That is, we have to find the HCF of 28, 36 and 108.
these three numbers. We have to find the HCF of these three numbers by the listing the factors which it is. Okay, factors of 28. Then we have to find out factors of 36. Then we have to find out the factors of 108. Okay, so factors of 28. What are the factors of 28? Is 1 into 28. Okay, second one 2 into 14. Okay, 2 when you divide by 2 you get 14. So 2 into 14 is 28. Next is 4 into 7. These are the factors. Next 36. 1 into 36. 2 into 18. 3 into 12. 4 into 9. 6 into 6. Okay. Then 108 is 1 into 108. 2 into 54. 3 into 36. 4 into 27. 6 into 18. 9 into 12. So these are the factors. So when you are writing these factors in this order, 28 is equal to, you have to write 1, 2, 4, this order 1, 2, 4, then again 7, 14, 28. 7, 14, 28. Then 36, right? 36 is 1, 2, 3 is there. Then 4. Then 4, 6 is there. Then 7 is not there. 9. 9 is there. 12, 18, 36. These are not a common. So wherever you find common, you write under this only. അതിൻ്റെ താഴെ എഴുതുക കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ 1, 2, 3, 4, 6. ബാക്കിയൊന്നും കോമൺ അല്ല. 9 അങ്ങനെ എഴുതി പോവുക. 12, 18, 27, 36, 54 and 108. അപ്പോൾ അതിൽ കോമൺ വരുന്ന നമ്പേഴ്സ് ഇതല്ല. 1 അതിന് റൗണ്ട് ഇടുക. 2 കോമൺ വരുന്നത് 2. പിന്നെ 4. അപ്പോൾ ഏതല്ല കോമൺ വരുന്നത്? 1, 2, 4. ഇത് മൂന്നാണ് കോമൺ വരുന്നത്. അതിൽ ഏറ്റവും വലുത് ഏതാ? വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വൺ? 4. 4 is the greatest factor. So highest common factor is equal to 4. This way we have to find out the highest common factor by listing the factors. Okay. Next is prime factorization method. അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതിൽ ആദ്യം 28 എടുക്കുന്നത് നമ്മൾ. 28നെ ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കോമൺ അതിൻ്റെ പ്രൈം ഫാക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 തുടങ്ങാം. 2 1 times 2, 2 4 times 8. Again take its prime factor 2. 2 7 times 14. അപ്പോൾ ലാസ്റ്റ് കിട്ടി 7 ആയി. പിന്നെ ഡിവൈഡ് ആവുക ഇല്ല. അതിൻ്റെ ഇത് പ്രൈം നമ്പർ, ലാസ്റ്റ് പ്രൈം നമ്പർ വരുന്നവരെ ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് 36. 36നെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ. 2 1 times 2, 2 8 times 16. Next prime factor is 2. 18ൻ്റെ prime factor is 2. അപ്പോൾ 2 9 times 18. 3 times 9 അല്ലേ? 3നെ കൊണ്ടല്ല പോകും. 3 times 9. 36 കഴിഞ്ഞ് ഇനി അടുത്ത നമ്പർ ഏതായിരുന്നു? 108 എടുക്കുക. 108. അപ്പോൾ 2 5 times 2. ഇതിലെല്ലാം 2 ആണ് വരും. എന്തുകൊണ്ടാണ്? അതിൻ്റെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഈവൻ ആയതുകൊണ്ട്. ഓക്കെ. 2 5 times 10. 2 4 times 8. പിന്നെയും 2 തന്നെയാണ് വരിക. 2 4 times 2 times 4. 2 7 times 14. നെക്സ്റ്റ് ഈസ് 27. 27 എന്തിലൂടെ പോവുക? 27ൻ്റെ 3 9 times 27. പിന്നെ 3 times 9. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതുക. 28 is equal to ഇങ്ങനെ എഴുതുക. 2 into 7. 36ൻ്റെ ഏതെല്ലാം ഫാക്ടേഴ്സ്? 2 into 2 into 3 into 3. നെക്സ്റ്റ് 108ൻ്റെ ഏതെല്ലാം ഫാക്ടേഴ്സ്? is equal to 2 into 2 into 3 into 3 into 3. അപ്പോൾ അതിൽ വരുന്ന കോമൺ ഫാക്ടേഴ്സ് ഏതല്ല? ഇത് മൂന്നും കോമൺ ആയിട്ട് വരുന്നത്.
ഇതിൽ ഇത് മൂന്നും കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, 2 അല്ലേ? അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4. നേരത്തെ എത്രയായിരുന്നു കിട്ടി നമുക്ക് റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡിൽ 4. അപ്പോൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലും 4 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ലാസ്റ്റ് ഈസ് അവർ ഡിവിഷൻ മെത്തേഡ്. Let us see how to do with division method. So to do with division method, first we have to divide the bigger number by the smaller number. Okay, വലിയ നമ്പറിനെ ചെറിയ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് 28, 36, 108 ആണ് എടുത്ത നമ്പേഴ്സ്. നമ്മൾ 28, 36 ആൻഡ് 108 ആണ് എടുത്ത നമ്പേഴ്സ്. അതിൻ്റെ അകത്ത് 36നെ ആദ്യം 28നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഡിവൈഡ് 36 by 28. So 28 1 times 28. So when you subtract, you get carry 1, you get 16 minus 8 is 8. So you got 8. Now 8 will be the here it is 8 is the remainder. So in the next step, the 8 becomes the divisor and 28 becomes the dividend. 28 become the dividend. The previous divisor will become the dividend and the remainder will become the divisor. So now you have to divide 28 by 8. So 8 3 times 24. So when you subtract, you get 4. 8 minus 4 is 4. Now what you have to do, the next step, till you get remainder 0, you have to go with this same process. Here 4 is remainder, so this 4 will become the divisor and the previous divisor will become the dividend. So 8 നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി അപ്പോൾ 4 2 times 8. Now you get 0 as the remainder. 0 കിട്ടിയില്ല റിമൈൻഡർ. അപ്പോൾ ഈ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിവിസർ എത്രയാ? ലാസ്റ്റ് ഡിവിസറാണ് 4. So next step, what you have to do, the last divisor, what you get, you have to divide the next number, that is remaining number is 108. 108 you have to divide 108 by 4. That is the last divisor. Last divisor is the 4. Now you have to divide 108 by 4. So 4 2 times, this also same process, till you get 0 you have to divide. 4 2 times 8, remainder is 2. When you subtract 10 minus 8 is 2 and bring this 8 down, you get 28. 4 7 times 28. So the remainder is 0. So here the divisor is 4. That means in both the cases you get last divisor is 4, so that the HCF, here the HCF of 28 and 36 is 4. Whatever divisor, last divisor you get, that is the HCF. HCF of 28 and 36 is 4. And here the HCF of 108 is 4. So that means total HCF of 28, 36 and 108 is equal to 4. The HCF of these three number is 4. So that this way you have to do the division method. This is the division method. So what all process you have learned? First is yes, tell me. 3 methods you have learned. First is listing the factors. Second one is prime factorization method. Third one is division method. That you got? First, listing the factors means you have to first list out the factors. List out the factors and then you find out the factors and the highest common factor. That way you have to do. Pinne rendamathe prime factorization method. Prime factorization method means you have to do with prime numbers and then find the HCF. Division method you have to do with the division. Division method you have to find out. അപ്പോൾ ഇതിൽ നിന്നും എല്ലാം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. ഓക്കെ, സോ ഐ എം ഗിവിങ് യു വൺ പ്രോജക്റ്റ്. ഞാനൊരു പ്രോജക്റ്റ് തരാം. ഓക്കെ, ദാറ്റ് യു ഹാവ് ടു ഡു ഡ്യൂറിങ് യുവർ വെക്കേഷൻ ടൈം, ഹോളിഡേയ്സ്. ഈ ഹോളിഡേയ്സിൽ ചെയ്യേണ്ട പ്രോജക്റ്റ് വർക്കാണ് അത്. എന്നാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ
ഒരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതുപോലെ ചെയ്യണം. അപ്പോൾ ആദ്യം 1 to 100 വരെയുള്ള നമ്പേഴ്സ് എഴുതുക. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും വീഡിയോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നാ ചെയ്യേണ്ടത്. 1 to 100 വരെയുള്ള നമ്പേഴ്സ് എഴുതുക. അതിൽ 1 പ്രൈം നമ്പർ അല്ലാത്തത് കൊണ്ട് അതിനെ ക്രോസ് ഔട്ട് ചെയ്യുക, അതിനെ വിട്ടേക്കുക, 1 വിട്ടേക്കുക. 2 ഒരു പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്. അപ്പോൾ 2 പ്രൈം നമ്പർ ആകുമ്പോൾ അതിനെ സർക്കിൾ ചെയ്യുക, 2നെ സർക്കിൾ ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക, അതിൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക. അതിൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? 2ൻ്റെ മൾട്ടിപ്പിൾസ് ഏതാ? 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനപ്പാട് ക്രോസ് ചെയ്യുക. 4 മൾട്ടിപ്പിൾ ആണ്. പിന്നെ ഏതാ അടുത്ത നമ്പർ? അതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ ക്രോസ് ഔട്ട് ചെയ്യുക, 6. അപ്പോൾ അതിങ്ങനെ ഹയർ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിൻ്റെ മൾട്ടിപ്പിൾസ് ഓരോ നമ്പർ വിട്ടിട്ട്. അപ്പോൾ 7 വിട്ട് അടുത്ത് അതിൻ്റെ മൾട്ടിപ്പിളാണ്, 9 വിട്ട് അടുത്ത് 10 മൾട്ടിപ്പിളാണ്, 11 വിട്ട് 12 മൾട്ടിപ്പിളാണ്, 13 വിട്ട് 14 മൾട്ടിപ്പിളാണ്, 15 വിട്ട് 16 മൾട്ടിപ്പിളാണ്, 17 വിട്ട് 18 മൾട്ടിപ്പിളാണ്, 19 വിട്ട് 20 മൾട്ടിപ്പിളാണ്, 21 വിട്ട് 22 മൾട്ടിപ്പിളാണ്, 23 വിട്ട് 24 മൾട്ടിപ്പിളാണ്. അപ്പോൾ 25 വരെ ഇത്രയാണ്. ബാക്കി നിങ്ങൾ ചെയ്യണം ഇതേപോലെ 100 വരെ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് 3 ഈസ് എ പ്രൈം നമ്പർ. 3നെ എന്താ ചെയ്യേണ്ടത്? സർക്കിൾ ചെയ്യുക. 3 ഈസ് എ പ്രൈം നമ്പർ. ഇനി എന്താ ചെയ്യുക? 3ൻ്റെ മൾട്ടിപ്പിൾസിനെ സർക്കിൾ ചെയ്യുക. 3ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? ബാക്കി വരുന്ന നമ്പേഴ്സ് കുറേയെല്ലാം ക്രോസ് ഔട്ട് ചെയ്ത് പോയി. ഇനി ഉള്ള 3ൻ്റെ മൾട്ടിപ്പിൾസ് ബാക്കി വരുന്ന നമ്പേഴ്സിൽ ക്രോസ് ഔട്ട് ചെയ്യുക. അപ്പോൾ 3ൻ്റെ എന്നാ മൾട്ടിപ്പിൾസ് വരുന്നത്? 5 ആണോ? അല്ല. 7 ആണോ? അല്ല. 9 ആണോ? യെസ്. അപ്പോൾ 9 ക്രോസ് ഔട്ട് ചെയ്യുക. 11 ആണോ? ഇല്ല. 13 ആണോ? ഇല്ല. 15 ആണോ? യെസ്. അതിന് ക്രോസ് ചെയ്യുക. 17 ആണോ? ഇല്ല. 19 ആണോ? ഇല്ല. 21 ആണോ? യെസ്. 3 7 21. പിന്നെ 23 ഉണ്ടോ? ഇല്ല. 25 ഉണ്ടോ? ഇല്ല. ഇനി എന്താ ചെയ്യുക? 5. ഇനി 5 എന്താ ചെയ്യേണ്ടത്? 5നെ ഇതേപോലെ ബാക്കിയും ചെയ്യണം. നിങ്ങൾ 100 വരെ ചെയ്യുക. ഞാൻ ജസ്റ്റ് 25 വരെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക്. നെക്സ്റ്റ് 5 എന്നാ? 5 ഒരു പ്രൈം നമ്പറാണ്, അതിനെ സർക്കിൾ ചെയ്യുക. ഇനി അതിൻ്റെ മൾട്ടിപ്പിൾസിന് ക്രോസ് ഔട്ട് ചെയ്യുക. 5ൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ വരും? 7 അല്ല, 13 അല്ല, 17 അല്ല, 19 അല്ല, 23 അല്ല, 25 ക്രോസ് ഔട്ട് ചെയ്ത്. 7 എന്നാ? 7 ഒരു പ്രൈം നമ്പർ. നെക്സ്റ്റ് 7നെ സർക്കിൾ ചെയ്യുക. 7ൻ്റെ മൾട്ടിപ്പിൾസിനെ ക്രോസ് ഔട്ട് ചെയ്യുക. അതിൻ്റെ മൾട്ടിപ്പിൾസ് ഏതാ? 11 അല്ല, 13 അല്ല, 17 അല്ല, 23 അല്ല. നെക്സ്റ്റ് ഏതാ വരുന്നത്? 11നെ സർക്കിൾ ചെയ്യുക. പ്രൈം നമ്പർ. 11 ഇസ് എ പ്രൈം നമ്പർ. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾസ് ഏതാ? 13 അല്ല, 17 അല്ല, 19 അല്ല, 23 അല്ല. 13 ഇസ് എ പ്രൈം നമ്പർ. 13നെ സർക്കിൾ ചെയ്യുക. അതിൻ്റെ മൾട്ടിപ്പിൾസിനെ ക്രോസ് ഔട്ട് ചെയ്യുക. 13ൻ്റെ മൾട്ടിപ്പിൾസ് ഇല്ല. അപ്പോൾ അത് ഹയർ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾക്ക് കൗണ്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഇപ്പോൾ 13ൻ്റെ 14ൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിനെ കൗണ്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 13 + 13 ആകുമ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണം. 13 + 13 26, 26 + 13 അങ്ങനെ അതിൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക്. ഓക്കെ. 13 1 ടൈംസ് 13 ആണ്. 13 2 ടൈംസ് 26 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 13 + 13 26 അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ. ഇതും പ്രൈം നമ്പറാണ്. നെക്സ്റ്റ് ഇസ് 17. 17 is a prime number. So circle this. Then find out its multiple. There is no more multiples. Then 23. Remaining 23. That is also a prime number. You circle it. Okay. This way you can find out the prime numbers between 1 to 100 and the factors also. Factors of 3, factors of 5, factors of 4, 6. Like that way you can find out the factors between 1 to 100. അപ്പോൾ ഇതിൻ്റെ മാർക്സാണ് ഇൻ്റർണൽ മാർക്സ് ആയിട്ട് കൂട്ടുന്നത്. എന്തായാലും എല്ലാവരും ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ വെക്കേഷനിൽ ഹോളിഡേയ്സിൽ എല്ലാവരും ചെയ്ത് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യുക നല്ലോണം. ഇതുവരെ പഠിപ്പിച്ചത് നല്ലവണ്ണം ദിവസം ചെയ്ത് പഠിക്കുക. ഹോളിഡേയ്സാണ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഡ്യൂറിങ് ഹോളിഡേയ്സിൽ ചെയ്ത് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോ. മിസ്സുമാർ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഏത് സമയത്തും എപ്പോഴും ചോദിച്ചോ. Okay. Thank you children and happy Onam to all of you.